ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് പാലക് പനീർ പാസ്തയാണ്. പുതിയൊരു റെസിപ്പിയാണ്, ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു റെസിപ്പിയാണ്. അപ്പം പാലക് പനീർ പാസ്ത എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് പാലക് പനീർ വേണം. ഇത് ഞാൻ തലേദിവസം ഉണ്ടാക്കിയ പാലക് പനീറാണ്. പാലക് പനീർ ഉണ്ടാക്കേണ്ട വീഡിയോ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അറിയാലോ, പാലക് പനീർ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അറിയാൻ പറ്റും. ക്രീം ഉണ്ടാവും, പാലക് ഉണ്ടാവും. പാലക് നമ്മൾ അരച്ച് ചേർക്കുന്നുണ്ട്, പിന്നെ പനീറുണ്ട്. ഇപ്പോൾ ഓൾറെഡി ക്രീമി ഒരു കറിയാണ് നമ്മുടെ പാലക് പനീർ. പാസ്ത നമ്മൾ യൂഷ്വലി ഉണ്ടാക്കുന്നത് ഒന്നല്ലെങ്കിൽ ബെച്ചമൽ സോസ്, അല്ലെങ്കിൽ വൈറ്റ് സോസിൽ, ഇല്ലെങ്കിൽ ചീസ് സോസ്, അങ്ങനെ ആ ഒരു ക്രീമി ടൈപ്പിൽ ഉണ്ടാക്കാറുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ടൊമാറ്റോ പ്യൂറേ വെച്ചിട്ടുള്ള സോസിലാണ് നമ്മൾ പാസ്ത നമ്മൾ യൂഷ്വലി കഴിക്കുന്നത് അല്ലെങ്കിൽ പ്രിഫർ ചെയ്യുന്നത്. ഒരുപാട് ടൈപ്പ് ഓഫ് പാസ്താസ് അവൈലബിൾ ആണ്. അപ്പം പാലക് പനീർ വേണം. പിന്നെ നമുക്ക് വേണ്ടത് ചെറി ടൊമാറ്റോസ് വേണം. ഞാൻ ഇവിടെ ഒരു 4 ചെറി ടൊമാറ്റോസ് എടുത്തിട്ടുണ്ട്. ടൊമാറ്റോസിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ ഫുൾ വീഡിയോ എൻ്റെ ബെനിഫിറ്റ്സും സൈഡ് എഫക്ട്സും ചേർത്തിട്ട് ഞാൻ ഓൾറെഡി ഫുഡി ടോക്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണാം. പിന്നെ ഞാൻ ഒരു 5-6 ഇല ബേസിൽ ലീഫ്, ഫ്രഷ് ആയിട്ടുള്ള ബേസിൽ ലീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ വരുന്ന മാതിരി പാഴ്സ്ലേ ലീഫ്, അതും ഫ്രഷ് ആയിട്ടുള്ള പാഴ്സ്ലേ ലീവ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഏത് ചീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇവിടെ ചെഡാർ ചീസാണ്. ഓക്കെ, ഏത് ചീസ് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഓൾറെഡി നമ്മുടെ പാലക് പനീറിലും ക്രീമിയാണ്, അതുകൊണ്ട് ഞാൻ ഒരുപാട് ചീസ് പ്രിഫർ ചെയ്യുന്നില്ല. ഏത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരുപാട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വെറുതെ ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കിയ റെസിപ്പിയാണ്, പക്ഷേ ശരിക്കും നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഈ പാലക് പനീർ പാസ്ത. ഞാൻ ആദ്യം ചെറി ടൊമാറ്റോസ് കട്ട് ചെയ്യാണ്. ഒന്നല്ലെങ്കിൽ 2 ആക്കിയിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ 4 ആക്കിയിട്ട് കട്ട് ചെയ്യാം, ഓരോരുത്തരുടെ ഇഷ്ടം. ഓക്കെ, അപ്പോൾ ഞാൻ ചെറി ടൊമാറ്റോസ് 4 ആക്കി കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചെറി ടൊമാറ്റോസിനെ പറ്റിയിട്ട് വീഡിയോ ഞാൻ ടൊമാറ്റോസിൻ്റെ ഫുഡി ടോക്കിൽ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കാണാം, എൻ്റെ ലിങ്ക് ഇപ്പോൾ തെളിഞ്ഞ് വരുന്നുണ്ട്. ചെറി ടൊമാറ്റോസ് മുഴുവൻ കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ബേസിൽ ലീഫ് കട്ട് ചെയ്യണം. ബേസിൽ ലീഫ് കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ബേസിൽ ലീഫ് നമ്മൾ വെറ്റിലെല്ലാം അടുക്കില്ലേ, ഒന്നിന് മേലെ വെക്കണം, എന്നിട്ട് ചുരുട്ടി എടുക്കണം. എന്നിട്ട് കത്തി കൊണ്ട്, അങ്ങനെയാണ് ശരിക്കും ഷെഫുമാർ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം അതേമാതിരി തന്നെ നമുക്കും ചെയ്യാം. ഓക്കെ, അപ്പം എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ചുരുട്ടുക, എന്നിട്ട് കത്തി കൊണ്ട് കട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഈസി ആയിട്ട് എല്ലാം ഒരേപോലെ വരും. ഒന്ന് വലുത് ഒന്ന് ചെറുത് അങ്ങനെയൊന്നും വരില്ല. അതാണ് ഈസി ആയിട്ട് കട്ട് ചെയ്യാനും സൗകര്യം അതാണ്. അല്ലെങ്കിൽ ഓരോ ഇലയും കട്ട് ചെയ്യാൻ നിൽക്കണ്ടേ. അപ്പം ഇതാകുമ്പോൾ ഒന്നിച്ചിട്ട് എല്ലാം കഴിയും. ഇപ്പോൾ ബേസിൽ ലീഫ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് ഇനി ഒന്ന് തമ്മ ഒന്ന് വിടിയിച്ച് കഴിഞ്ഞാൽ അത് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വന്നോളും. പിന്നെ നമുക്ക് പാഴ്സ്ലി ലീവ്സും കട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പം ഇനി എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 വെളുത്തുള്ളി വേണം. അത് ഞാനിപ്പോൾ കാണിച്ചു തരാൻ മറന്നുപോയി. നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. പാനിലോട്ട് ഏകദേശം ഒരു 2 ടീസ്പൂൺ വരുന്ന മാതിരി ഒലീവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്കൊരു 2 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കണം. ശരിക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാസ്തയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു റെസിപ്പിയാണ്. അപ്പം എണ്ണ ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞ ഉടനെ നമുക്ക് ഇതിലോട്ട് വെളുത്തുള്ളി, ഒരു 2 വെളുത്തുള്ളി, ചെറിയ 2 വെളുത്തുള്ളി അരിഞ്ഞതാണ്, അത് ആഡ് ചെയ്ത് കൊടുത്തു. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അതുകൊണ്ട് ഇട്ട ഉടനെ എൻ്റെ കളർ മാറാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ഇതിലോട്ട്, ഞാൻ ഓൾറെഡി പാസ്ത വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ പെനി പാസ്തയാണ് എടുത്തിരിക്കുന്നത്. ഏത് പാസ്ത വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, പാസ്ത വേവിക്കേണ്ട വീഡിയോയും ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലെങ്കിൽ കാണുക, എങ്ങനെയാണ് വേവിക്കേണ്ടത് എന്നുള്ള വീഡിയോ. അപ്പോൾ ഓൾറെഡി കുക്ക്ഡാണ് ഇത്. അപ്പം വെള്ളം സ്ട്രെയിൻ ചെയ്തിട്ട് ഞാൻ പാനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പാസ്ത. അപ്പം പാസ്ത മുഴുവൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പാലക് പനീർ ആഡ് ചെയ്ത് കൊടുക്കണം. ആ ക്രീമി പാലക് പനീറില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പാലക് പനീർ ആഡ് ചെയ്യുകയാണ്.
ഇതിപ്പോൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വരും, അളവ് പറയുകയാണെങ്കിൽ 3-3.5 ടേബിൾ സ്പൂൺ വരും. പാസ്ത ഞാൻ ഒരു 3/4 കപ്പ് പാസ്ത വേവിച്ച് വെച്ചതാണ്. 3/4 കപ്പ് പാസ്ത എടുത്തിട്ട് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ അതിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ഇപ്പോൾ ഏകദേശം ഒരാൾ ഇത് മുഴുവൻ കഴിക്കുകയാണെങ്കിൽ ഒരാൾ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പാസ്തയിലോട്ട് നമ്മൾ ആ പാലക് പനീർ മുഴുവൻ ടോസ് ചെയ്ത് കൊടുക്കുകയാണ് ഒന്ന്. അപ്പം മുഴുവൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് ഓൾറെഡി കുക്ക്ഡാണ്, രണ്ടും ഒന്ന് യോജിക്കുക മാത്രമേ വേണ്ടൂ. നമുക്ക് അതിലോട്ട് ചെറി ടൊമാറ്റോസും നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബേസിൽ ലീവ്സ്, പാഴ്സലി ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ചീസ് ഞാൻ ലാസ്റ്റ് വാങ്ങിയ ശേഷം മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇനി ചെറി ടൊമാറ്റോസ് ഒന്ന് കുക്കാവണം. ബേസിൽ ലീവ്സും പാഴ്സലിയുടെയും ഫ്ലേവേഴ്സ് ഒന്ന് അതിലോട്ട് ഇൻഫ്യൂസ് ആവണം. അത്രയേ ഉള്ളൂ. ഒരു 2 മിനിറ്റ് നന്നായി ഒന്ന് ടോസ് ചെയ്തെടുക്കുക എല്ലാം. ഓക്കെ, അപ്പം നന്നായി ഒന്ന് ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് വേണമെങ്കിൽ കുറച്ച് വെള്ളം, നമ്മൾ ആ പാസ്ത വേവിച്ച വെള്ളം വേണമെങ്കിൽ കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് സോസിയാവും. ഫ്രഷ് ബേസിൽ ഇല്ലെങ്കിൽ ഡ്രൈ ബേസിൽ കിട്ടും, അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതേമാതിരി പാഴ്സലേ ഇല്ലെങ്കിൽ, ഫ്രഷ് ആയിട്ടുള്ള പാഴ്സലേ ലീവ്സ് ഇല്ലെങ്കിൽ നമുക്ക് ഡ്രൈ കിട്ടും, ഡ്രൈ ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഡ്രൈ പാഴ്സലേ ലീവ്സ് ആണ്. ഇല്ലെങ്കിൽ ഒന്നും വേണ്ട, നമ്മുടെ സാധാരണ മല്ലിയില ആഡ് ചെയ്ത് കൊടുത്താലും മതി, അതിനും വേറൊരു ഫ്ലേവറാണ്. അപ്പോൾ അത് ആഡ് ചെയ്താലും കുഴപ്പമില്ല. അപ്പം പാസ്ത ഒരു 2 മിനിറ്റ് നന്നായി കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തു. എന്നിട്ട് വേറൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാസ്ത റെഡിയായി. കണ്ടില്ല, വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പം ഇതേമാതിരി ലെഫ്റ്റ് ഓവർ പാലക് പനീർ ഉണ്ടെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ അതിലോട്ട് ഏകദേശം ഒരു 2 ടീസ്പൂണോളം ചെഡാർ ചീസ് ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചീസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇഷ്ടം പോലെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് വലിയ ചീസ് പ്രിയ അല്ല, പക്ഷെ എന്നാൽ ആ ഒരു ടേസ്റ്റ് വരുന്നത് എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നല്ലോണം ചീസ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ നിറയെ ആഡ് ചെയ്ത് കൊടുക്കാം, ഒരു ടേബിൾ സ്പൂണോളം വരെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ നമ്മളെ പാലക് പനീർ പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ചൂടിൽ ഈ ചീസെല്ലാം ഇനി മെൽറ്റായിക്കോളും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു പാസ്തയാണ്. അപ്പം ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.